അല്ല, നമ്മുടെ നാട്ടിലൊരു ട്രെൻഡ് കാണാറുണ്ട് ശ്രീ അനിൽ നമ്പ്യാർ. ആ ട്രെൻഡ് താങ്കൾക്കും ചിരപരിചിതമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പ്രധാനമായിട്ടും ആരെങ്കിലും സർക്കാരിനെ അല്ലെങ്കിൽ CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവിനെ വിമർശിക്കുന്ന സമയത്ത് അയാളെ കംപ്ലീറ്റ്ലി ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രവർത്തനം നമ്മൾ കുറെ കാലമായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ എനിക്ക് വളരെ കൃത്യമായിട്ട് ഓർമ്മയുള്ളത്, "ഇന്നാ താൻ കേസുകൂടെ" എന്നൊരു സിനിമ ഇവിടെ ഇറങ്ങിയിരുന്നു. അപ്പൊ ആ സിനിമയുടെ പ്രമേയത്തിൽ പ്രധാനമായിട്ട് വന്നിരുന്നത് നമ്മുടെ നാട്ടിലുള്ള റോഡുകളുടെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പൊ അത് വന്നിരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ ട്രെയിലറിൽ ഇത് വരുന്നു, ആ സിനിമ തിയേറ്ററിൽ വരുന്ന സമയത്തൊക്കെ തന്നെ ഇവിടെയുള്ള ചില അന്തമണികൾ എന്നൊക്കെ തന്നെ ആൾക്കാർ പറയുന്ന ആൾക്കാർ കുഞ്ചാക്കോ ബോബന്റെ ഡാൻസ് മോശമാണ് എന്ന് വരെ പറഞ്ഞ് അദ്ദേഹത്തിനെ ഇകഴ്ത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു. അപ്പോ ഏഹ്, ഏതൊരാളിനെയും, നടനായിക്കോട്ടെ, സാഹിത്യകാരനായിക്കോട്ടെ, മറ്റേതെങ്കിലും നിലയിൽ നിൽക്കുന്ന ഒരാളായിക്കോട്ടെ, ആ ആളിനെ കംപ്ലീറ്റ്ലി ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രവർത്തനം. ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ കേവലം അന്തമണികളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, അല്ലാതെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പണിക്കരെ ക്യാബിനറ്റിലൊക്കെ ഉത്തരവാദിത്ത ശ്രീജിത്ത് പണിക്കർ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞോ. ആ, ശ്രീജിത്ത് പണിക്കരെ ഇപ്പൊ അദ്ദേഹത്തെ കൊണ്ട് തിരുത്തി പറയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് പ്രസ്താവന കണ്ടിരുന്നോ? അദ്ദേഹത്തെ കൊണ്ട് തിരുത്തി പറയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് കേരള മുഖ്യമന്ത്രിയല്ല, കേരള ഭരണകൂടത്തെ അല്ല എന്ന് അദ്ദേഹത്തെ കൊണ്ട് തിരുത്തി പറയിപ്പിച്ചിട്ടുണ്ട് ഇപ്പോ. ആരെ? MD കൊണ്ടോ? ആഹാ, മൈ ഗോഡ്. അങ്ങനെ വാർത്ത വന്നു. ഇപ്പൊ കണ്ടിരുന്നു അങ്ങനെ ഒരു വാർത്ത. അല്ല, നോക്കൂ, MD-യുടെ ഇതിലെ ദുരവസ്ഥ എന്താ ചെയ്യാ? അല്ല, ഇതിലെ ഞാൻ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ കൈരളിയിലാണ് കണ്ട കേട്ടോ. കൈരളിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് മറിയക്കുട്ടിയോട് ചോദിച്ചിട്ട് വിശ്വസിക്കാം. പോട്ടെ. സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൗരബോധമുള്ള മനുഷ്യർക്ക് ആത്മഹത്യ ചെയ്യാൻ സമയമായിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ആത്മഹത്യ ചെയ്യാൻ സമയമായിരിക്കുന്നു എന്നാണ്. അല്ല, അല്ലാതെ ഞാൻ ഇതിനകത്ത് പറയുന്നത് വരാത്ത MT പോലുള്ള ആൾ പോലും ഇതിന് ഈ ഇത്തരം ഒരു ഭയപ്പെടുത്തലിന് കീഴ്പ്പെടുന്ന ഒരു അവസ്ഥ വന്നു. നമുക്ക് നോക്കാം. സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ തന്നെ മുട്ടാവിലായി എന്നാണ്. നമുക്ക് നോക്കാം. കുറച്ചുകൂടി അല്ല, സാവകാശം. ഇതില് ഞാനിതിൽ പറയാൻ ഉദ്ദേശിച്ചത്, അല്ല, കൈരളിയാണെങ്കിൽ നമ്പാൻ പറ്റൂലേ? അതെ, അതെ, കൈരളിയാണെങ്കിൽ അതെ, അത് ഒരു പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിക്കാവുന്ന വാർത്തയാവാൻ അതെ, സാധ്യതയില്ല. അതെ.